ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ പനിയൊക്കെ ആയിട്ട് കിടക്കല്ലേ. അപ്പോൾ ഒരു സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സാമ്പാർ കഷ്ണം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതാ ചേട്ടനോട്. 50 രൂപയ്ക്ക് വാങ്ങിയിരുന്ന 50-60 രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാമ്പാർ കഷ്ണമാണ്. അത്രയ്ക്കില്ലാനും സാമ്പാർ കഷ്ണം ആകെ വളരെ കുറവാണ്. ഇതിന് 100 രൂപ. ഇതൊക്കെ എക്സ്ട്രാ വാങ്ങിയതാണ്. പപ്പടം, മല്ലിയില, ഉരുളൻകിഴങ്ങ്, നേന്ത്രപ്പഴം, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ്. കണ്ട, വളരെ കുറവാണ്. ഒരു സാമ്പാറിന് തന്നെ കഷ്ടിയില്ല. ആദ്യം ഞാൻ സാമ്പാറിന് കഷ്ണം വാങ്ങി ഒരു അവിയൽ വയ്ക്കും, ഒരു ഉപ്പേരി വയ്ക്കും, ഒരു സാമ്പാർ വയ്ക്കും, 3 തരം വയ്ക്കും. എങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 100 രൂപ. എന്തൊരു കഷ്ടമാണ്, കാണാണ്ടെന്നറിയില്ല. നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ഇത് എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് ഉരുളൻകിഴങ്ങ് നമ്മൾ എക്സ്ട്രാ 1 കിലോ വാങ്ങിയതാണ്. മല്ലിയില വാങ്ങിയതാണ്. പപ്പടം വാങ്ങിയതാണ്. ബാക്കി ഇവിടുന്ന് ഈ വെണ്ടയ്ക്ക തൊട്ടാണ് നമ്മൾക്കുള്ളൂ. എത്രയുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 15 16 17 കൂട്ടുണ്ട്. വലിയ പേരൊക്കെ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ് ക്വാണ്ടിറ്റി. ഉരുളൻകിഴങ്ങൊക്കെ പൊടിയായി. ഇതായിരുന്നു ഉരുളൻകിഴങ്ങ്. ഞാൻ മാറ്റി വെച്ചതാണ് നമ്മൾ വാങ്ങിയെന്ന്. എത്രയും കുറവ് സാധനങ്ങളാണ് ഈ 100 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിക്കനും മീനൊക്കെ വാങ്ങി തിന്നണത് ലാഭം. ഇത് ഒരു ലാഭവുമില്ല. പിന്നെ കഴിക്കണ്ടേ, പച്ചക്കറികൾ കഴിക്കണ്ടേ, അങ്ങനെ വിചാരിച്ച് വാങ്ങണതാണ്. അപ്പോൾ എല്ലാവരും പച്ചക്കറി കടയ്ക്കൊക്കെ പോകുമ്പോൾ നോക്കി ചോദിച്ചൊക്കെ വാങ്ങട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത്തിരി സാധനങ്ങളെല്ലാം വാങ്ങിയുള്ളൂ. ഇതന്നെ 250 രൂപ സാധനങ്ങളായി. ഇത്ര വളരെ കുറവ് സാധനങ്ങൾ. എന്താ ചെയ്യുക, വാങ്ങി തിന്നണ്ടേ, കഴിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ അല്ല ചേട്ടാ, 250 രൂപയല്ലേ? 250 എല്ലാത്തിനും, ഈ കുറവ് സാധനത്തിന്. എന്താ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൽ ഹൈലൈറ്റ്. സൂപ്പറാണ് നമ്മുടെ പപ്പടം. പപ്പടം, സാമ്പാർ, രസം, ഉരുളൻകിഴങ്ങ് ഉപ്പേരി എല്ലാം കൂടിയിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഊണ്. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്.